ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ കെ ടി ജലീൽ. കഴിഞ്ഞ ദിവസം പാർലമെന്ററി രാഷ്ട്രീയത്തോട് കെ ടി ജലീൽ വിട പറഞ്ഞത് രാഷ്ട്രീയ കേരളം ആശങ്കയോടെ നോക്കി നിന്നു. ന്യൂസ് മലയാളത്തോടൊപ്പം കെ ടി ജലീൽ തന്നെ ചേരുന്നു. എന്തായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ? ഞാൻ ഏതാണ്ടൊരു 13 വർഷക്കാലം കോളേജ് അധ്യാപകനായിരുന്നു. 2006 നിയമസഭയിലേക്ക് ആദ്യമായിട്ട് മത്സരിക്കുന്നത് കുറ്റിപ്പുറത്ത് നിന്ന്. 2026 ആവാൻ വേണ്ടി പോവുകയാണ്. ഏതാണ്ട് 20 വർഷം മലപ്പുറം ജില്ലയിൽ നിന്ന് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇടതുപക്ഷ MLA ഞാനായിരിക്കും. ഈ 20 വർഷത്തിൽ 5 വർഷം മന്ത്രിയായി. ഞാനിരുന്ന 3 ടേമിലും ഭരണകക്ഷി MLA ആയിട്ട് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യവും എനിക്കുണ്ടായി. 59 വയസ്സാകും 2026 ആകുമ്പോഴേക്ക് എനിക്ക്. ഇപ്പോൾ ഒരു 60 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ 60 വയസ്സോട് കൂടി പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം. പൊതുപ്രവർത്തനവും പൊതുരാഷ്ട്രീയ പ്രവർത്തനവും തുടരണം. കുറേ യാത്രകൾ നടത്തണം, എഴുതണം. ഇതിനകം 12 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. 13ാമത്തെ പുസ്തകത്തിൻ്റെ രചനയിലാണ്. റഫറൻസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ സോഷ്യലിസ്റ്റ് ചിന്തകൾ എന്നുള്ളതാണ് എൻ്റെ 13ാമത്തെ പുസ്തകത്തിൻ്റെ പേര്. ഒരുപാട് രാജ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മതജന വിഭാഗങ്ങൾ തമ്മിൽ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സുകളായിട്ട് വേർതിരിഞ്ഞു നിൽക്കുകയല്ല. എല്ലാം സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഭാഷകളുടെയും അതിർവരമ്പുകൾ ലംഘിച്ച് ഇഴുകിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വസ്തുത പക്ഷേ വേണ്ട വിധത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹം കൂടുതൽ അടച്ചിടപ്പെട്ട കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കണം എന്നുള്ള ഒരു ചിന്ത കൂടി ഇത്തരം ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുണ്ട്. PV അൻവറും താങ്കളും നല്ല സുഹൃത്ത് ബന്ധത്തിലായിരുന്നു. PV അൻവർ ആദ്യം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ പരോക്ഷമായി താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പിന്തുണച്ചിട്ടുണ്ട്. പോലീസിനെതിരെ എനിക്കും പറയാനുണ്ട് എന്നൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അൻവറിനെ അവസാനം കൈവിടേണ്ടി വന്നത്? അൻവർ മുന്നോട്ട് വെച്ച പോലീസുമായി ബന്ധപ്പെട്ട ADGP വരെയുള്ള ആളുകളിൽ എത്തുന്ന പ്രശ്നങ്ങളോട് എനിക്ക് യോജിപ്പായിരുന്നു. അത് അന്ന് മാത്രമല്ല, ഇപ്പോഴും ആ യോജിപ്പ് തുടരുകയാണ്. അൻവർ എൻ്റെ സുഹൃത്ത് ആയിരുന്നു എന്നുള്ളതല്ല, ഇപ്പോഴും ആണ്. സ്റ്റിൽ ഹീ ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ഞാനുമായി ഷെയർ ചെയ്തു, പൊതുസമൂഹത്തോട് ഷെയർ ചെയ്തു. അപ്പോൾ ഞാനും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അൻവർ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അത് ഗൗരവത്തോടു കൂടി കാണണം. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അതിൽ യാതൊരു തരത്തിലുള്ള ഭാവം മാറ്റവും ഞാൻ കണ്ടിട്ടില്ല. ശക്തമായിട്ട് തന്നെ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുജിത് ദാസ് എന്ന് പറയുന്ന മുൻ SP മാറ്റിയത്. അത് കഴിഞ്ഞ് ശശിധരൻ എന്ന് പറയുന്ന അവിടെ നിലവിൽ ജോലി ചെയ്തിരുന്ന SP മാറ്റി. പല DYSPമാരെയും മാറ്റി. അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, അദ്ദേഹം RSS നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ. ഒരു ADGP ഒരു കാരണവശാലും RSS നേതാക്കളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പാടില്ല. BJP നേതാക്കളുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും അംഗീകരിച്ചു കൊടുക്കാം. അവർ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ RSS ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയുടെ നേതാവുമായി ADGP സ്വകാര്യ കാര്യത്തിനാണെങ്കിലും ഒഫീഷ്യൽ കാര്യത്തിനാണെങ്കിലും സന്ദർശിച്ചത് ശരിയല്ല. അതുവരെയുള്ള കാര്യങ്ങൾ, മലപ്പുറം ജില്ലയിലെ ഈ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കസ്റ്റംസിൻ്റെ കണ്ണുവെട്ടിച്ച് അവരുടെ സ്കാൻ മെഷീൻ കടന്ന് എങ്ങനെയാണ് പുറത്തെത്തുന്നത്, അവർക്കാരാണ് വിവരം കൊടുക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണം. ഇങ്ങനെ പിടിച്ച സ്വർണവും പോലീസ് രേഖയിൽ
ഉൾപ്പെടുത്തിയ സ്വർണവും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ, അതും പരിശോധിക്കണം എന്നെല്ലാം ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. മുഖ്യമന്ത്രി ആ കാര്യത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ സുഹൃത്തിനെ ഒറ്റയ്ക്കാക്കുന്നത് ശരിയായൊരു നിലപാടാണ് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും ഉയർത്തിയിട്ടുള്ളത്. അദ്ദേഹം എനിക്ക് പിന്തുണ നൽകാം എന്ന് പറഞ്ഞ് ഞാനും ഇതിനു മുമ്പ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യും, ഞാനും പറയാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം എ ഡി ജി പിയെയും വിട്ട് എല്ലാ അതിരുകളും കടന്ന് മുഖ്യമന്ത്രിയെ വരെ രൂക്ഷമായി വിമർശിക്കുന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് വിയോജിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ നിഗമനങ്ങളോട് ഒത്തുനിൽക്കാൻ കഴിയില്ല. എൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഞാൻ CPIM-ൻ്റെ 3 ജാഥയിൽ അംഗമായിട്ടുള്ള ആളാണ്. ആ 3 ജാഥയിൽ ഒരു ഘട്ടത്തിലും എനിക്ക് ഒരു പ്രാക്ടീസിങ് മുസ്ലിം എന്നുള്ള നിലയിൽ എൻ്റെ ആരാധനാകർമ്മങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊന്നും ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല. ഒരു നേരത്തെ നമസ്കാരം പോലും എനിക്ക് മുടക്കേണ്ടി വന്നിട്ടില്ല. ഒരു വെള്ളിയാഴ്ചയും എനിക്ക് ജുമാക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല CPIM-ൻ്റെ പല ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ വെച്ചും ഞാൻ എൻ്റെ പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഞാൻ പറയാതെ നിന്നാൽ അതൊരു വലിയ തെറ്റാകും എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് വിയോജിച്ചുകൊണ്ട് ആ വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഞാൻ മുന്നോട്ട് വന്നത്. മുഖ്യമന്ത്രി കൃത്യമായാണോ ഈ പോലീസ് വിഷയത്തെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്? കാരണം CPI അടക്കം ബിനോയ് വിശ്വം അടക്കം പറഞ്ഞിട്ടുണ്ട് ADGPയെ ഉടൻ തന്നെ മാറ്റും, അത് CPIക്ക് ഉറപ്പുള്ളൊരു കാര്യമാണെന്ന്. പക്ഷേ വാർത്താ സമ്മേളനത്തിലടക്കം തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ADGPയെ പിന്തുണച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. എന്താണ് പറയാനുള്ളത്? ADGP RSSൻ്റെ നേതാക്കളുമായിട്ട് കണ്ടു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതിനെ സർക്കാർ ആ നിലക്ക് തന്നെ കാണുന്നുണ്ട്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGPക്ക് വല്ല പങ്കുമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് DGP അന്വേഷിച്ചപ്പോൾ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ സംബന്ധിച്ച പരാമർശമുണ്ട്. ആ പരാമർശത്തോടൊപ്പം ഒന്നുകൂടി സുദൃഢമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് വേണം എന്നുള്ള നിലയിലാണ് ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിലൂടെ തീരുന്ന പ്രശ്നമല്ല ഇത് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുന്നുണ്ടെങ്കിലോ? അപ്പോൾ അതിനാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ തന്നെ നൽകണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കിയതിന് ശേഷം സർക്കാരിൻ്റെ ഒരു നിലപാട് തെറ്റായിരുന്നു എന്ന് കോടതി പറയാൻ പാടില്ലാത്ത വിധം സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും എല്ലാവർക്കും ബോധ്യമാകും. ADGPയെ മാറ്റണമെന്ന് തന്നെയാണോ താങ്കളുടെയും നിലപാട്? ഈ പറയപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം, ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അടക്കം അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. മന്ത്രിമാർ അടക്കം കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി എല്ലാ മന്ത്രിമാരും പറഞ്ഞു PR-ന്റെ ആവശ്യം മുഖ്യമന്ത്രിക്കില്ല, മാധ്യമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ PR എന്ന് പറഞ്ഞു. ശരിക്കും മുഖ്യമന്ത്രിക്ക് അത്തരത്തിലൊരു PR ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തിന്? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? എന്താണ് അതിൽ? മലപ്പുറത്ത് കള്ളക്കടത്ത് കൂടുതൽ നടക്കുന്നു എന്നുള്ള രൂപത്തിൽ ഒരു പ്രദേശത്തെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. CPIM-ൻ്റെ നേതാവ് ഒരിക്കലും അത് പറയില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ടാം EMS മന്ത്രിസഭ ഉണ്ടാക്കിയ ഒരു ജില്ലയെ ടാർണിഷ് ചെയ്യാൻ ഒരു നിലക്കും ആ പാർട്ടിയുടെ മറ്റൊരു നേതാവ് ശ്രമിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെയില്ല, ഒരിക്കലും അത് ചെയ്യില്ല. മലപ്പുറത്തിനെതിരായി പല പല പരാമർശങ്ങൾ വന്നപ്പോഴും അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് CPIM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതു പാർട്ടികളും. ആ ജില്ല തന്നെ രൂപീകരിച്ചത് ഇടതു പാർട്ടികളുടെ ശക്തിയുടെ പിൻബലത്തിലാണ്. അന്ന് കോൺഗ്രസ് അതിനെ ശക്തമായി എതിർത്തതാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെയൊക്കെ
നേതൃത്വത്തിൽ ഒരു കുട്ടി പാകിസ്ഥാൻ വരുന്നു എന്ന രൂപത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു നടന്നത്. കേളപ്പൻ്റെ നേതൃത്വത്തിലും മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ആ കാലത്ത് സമരം നടന്നത് നമുക്കറിയാം. കോൺഗ്രസ് ആ ജില്ലാ രൂപീകരണത്തോട് ശക്തമായി വിയോജിച്ചവരാണ്. എന്നാൽ അത് ഉണ്ടാക്കിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുണ്ടാക്കിയ ജില്ല അന്ന് രൂപീകരിക്കുന്ന സമയത്ത് ജനസംഘവും അതുപോലെ കോൺഗ്രസും ഒക്കെ ആക്ഷേപിച്ചിരുന്നത് പോലെ ഒരു തലത്തിലേക്ക് മാറിയെന്ന് ഒരു കാരണവശാലും പറയില്ല. ആ ഒരു മലപ്പുറം പരാമർശം കാരണം മലപ്പുറം എന്ന ആ ഒരു സ്ഥലത്ത് CPM എന്തെങ്കിലും ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? മലപ്പുറത്തെ പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ലീഗുകാർ, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ, ജമാഅത്തെ ഇസ്ലാമിക്കാർ, മറ്റു മുസ്ലിം തീവ്ര ഗ്രൂപ്പിലുള്ള ആളുകൾ, അവരൊക്കെ പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യുന്നവരാണ്. അവരെക്കാലത്തും ഇടതുപക്ഷത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവരാണ്. എന്നാൽ ഇടതുപക്ഷത്തെ അനുകൂലിച്ച വിഭാഗങ്ങൾ, ഇടതുപക്ഷ പാർട്ടികൾക്ക് സത്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്ന വർഗീയ ധ്രുവീകരണത്തെ പ്രതിരോധിക്കാൻ കഴിയും. അവരുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല ഇങ്ങനെ ഒരു വർഗീയ ചേരിതിരിവിലേക്ക് പോകാതെ നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ൻ്റെ മുഴുവൻ ആളുകളും BJP അനുകൂല നിലപാട് സ്വീകരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? വലിയ പോളറൈസേഷനല്ലേ ഉണ്ടാവുക. അത്തരം ഒരു പോളറൈസേഷൻ ഉണ്ടാകാതിരിക്കുന്നത് CPIM എന്ന പാർട്ടി ഉള്ളത് കൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ അതികർക്കശമായിട്ടുള്ള ഹിന്ദുത്വ വിരുദ്ധ നിലപാട്, RSS വിരുദ്ധ നിലപാട് കൊണ്ടാണ് എന്നാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഒരുപാട് പ്രതിപക്ഷ ആക്ഷേപങ്ങളുണ്ട്. CPIM-ൽ ഇപ്പോഴുള്ള പകുതിയോളം ആളുകൾക്ക് RSSന്റെ മനസ്സുണ്ട് എന്ന്. അത് താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. സത്യത്തിൽ ഞാൻ ഈ ഇടതുപക്ഷ പ്ലാറ്റ്ഫോം വിട്ടുപോകാത്തതിൻ്റെ ഒരു കാരണം, ഒരുപാട് സഹോദര സമുദായങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഹൈന്ദവ മത സമുദായത്തിലെ പാവപ്പെട്ടവർ, സാധാരണക്കാർ, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുമായിട്ട് എനിക്ക് ഇടപഴകാൻ കഴിഞ്ഞത്, അവരോട് സംസാരിക്കാൻ സാധിച്ചത്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞത് CPIM-മായി സഹകരിച്ച് പ്രവർത്തിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിലായിരുന്നു. സ്വാഭാവികമായിട്ടും ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 99% മുസ്ലിങ്ങളാണ്. എന്നാൽ എല്ലാ മതസമുദായങ്ങളും ഉൾക്കൊള്ളുന്ന വേദികൾ, ആ വേദികളോട് ഞാൻ സംവദിച്ചത്, അവിടെ ഞാൻ പ്രസംഗിച്ചത്, 3 ജാഥകളിൽ പങ്കെടുത്തുകൊണ്ട് എനിക്കതിന് കഴിഞ്ഞത് CPIM-നോട് സഹകരിച്ചു നിന്നതുകൊണ്ട് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പല വീക്ഷണങ്ങളെയും, ഞാൻ അതുവരെ കണ്ടുപോന്നിരുന്ന, പുലർത്തിയിരുന്ന പല നിരീക്ഷണങ്ങളും തെറ്റാണ് എന്ന് ജീവിതാനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യമായത് ഈ ഒരു ഇഴകിച്ചേരലിലൂടെയാണ്. സംശുദ്ധമായിട്ടുള്ള ഒരു മതനിരപേക്ഷതയുടെ പ്ലാറ്റ്ഫോമിൽ എനിക്ക് എത്താനായി എന്നുള്ളതാണ് CPIM-മായി സഹകരിച്ച് പ്രവർത്തിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ വ്യക്തിപരമായ നേട്ടമായി ഞാൻ കാണുന്നത്. ഈ തൃശ്ശൂർ പൂരം കലക്കിയതിൽ CPI ഇപ്പോഴും എതിർപ്പിൽ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞത് തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സംഘപരിവാറിനാണെന്നാണ്. പക്ഷേ സംഘപരിവാറിന് അത്തരത്തിൽ ആ ഒരു സ്ഥലത്ത് ഇടപെടാൻ സാധിച്ചത് അത് സർക്കാരിന്റെ ദൗർബല്യമല്ലേ? നമ്മൾ ഉദ്യോഗസ്ഥന്മാരെയല്ലേ വിശ്വാസം അർപ്പിക്കുക. അവരെന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് സർക്കാരാണ്. ആ നിലക്ക് പൂരം കലക്കിയ സംഭവത്തിൽ സർക്കാരിന് പഴി കേൾക്കേണ്ടി വന്നു. സർക്കാരിനെ പഴി കേൾപ്പിച്ച ഉദ്യോഗസ്ഥന്മാരാരാണോ അവരെ കടുത്ത ശിക്ഷ അവർക്ക് നൽകണം. വലിയ സാമുദായിക ധ്രുവീകരണത്തിന് കളമൊരുക്കാൻ അത്തരം ആളുകൾ ഭാവിയിലും ശ്രമിക്കും എന്ന് കണ്ടുകൊണ്ട് തന്നെ നിർദാക്ഷിണ്യം ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. കാഫിർ സ്ക്രീൻഷോട്ട് അത് അണികളിൽ ഒരു ഇസ്ലാമോഫോബിയ എന്നുള്ളൊരു വികാരം ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വികാരത്തിന് ആക്കം കൂട്ടിയോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതിൻ്റെയൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആരാണ് അതിൻ്റെ യഥാർത്ഥ പ്രതികൾ, കുറ്റവാളികൾ? ഭാഗികമായിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നിഗമനത്തിലെത്താൻ സാധിക്കില്ല. അത് അതിൻ്റെ ശരിയായിട്ടുള്ള റൂട്ടിൽ തന്നെയാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. AKG സെൻറ്റർ ബോംബിട്ട് തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്,
പലതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയല്ലേ പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നത്. അവസാനം യഥാർത്ഥ പ്രതിയെ പിടിച്ചു. സന്ദീപാനന്ദ സ്വാമിയുടെ വീട് കത്തിച്ചതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കുപ്രചരണങ്ങൾ നടന്നു. അവസാനം അത് ആരാണെന്ന് പോലീസ് തന്നെ കണ്ടെത്തി, RSS ആണ് എന്നുള്ള രൂപത്തിലേക്ക് വന്നില്ലേ? അതുപോലെ തന്നെ ഇക്കാര്യവും വരും എന്നുള്ള കാര്യത്തിൽ തർക്കം എനിക്കില്ല. ആദ്യം മുതൽ അവസാനം വരെ അൻവർ ഉന്നയിച്ചൊരു പേര് പി ശശി എന്നാണ്. പി ശശിക്കെതിരെ ഒരു കാരണവുമില്ലാതെ അൻവർ ഇത്തരത്തിൽ, അതായത് സ്വന്തം രാഷ്ട്രീയ ജീവിതം പോലും ഇല്ലാതാക്കുന്ന ആ ഒരു രീതിയിൽ അൻവർ ഇത്രയും മാത്രം പ്രകോപിതനായി പെരുമാറുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പി ശശിയിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? പി ശശിയെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ അൻവറിനോട് അത് പറയുകയും ചെയ്തിരുന്നു. പി ശശിയെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും മുമ്പ് ഉയർന്നിരുന്നു. പാലൊളി മുഹമ്മദ് കുട്ടി അവർകൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി നൽകി കഴിഞ്ഞു. സമാനമായ മറുപടി തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മരണപ്പെട്ടു പോയി അദ്ദേഹം, കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്. അൻവറിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നടക്കം CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടിയുള്ള ഏക മതസംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ്. ബാക്കി ഒരു മതസംഘടനക്കും നമ്മളുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടിയില്ല. വെൽഫെയർ പാർട്ടി രൂപീകൃതമായതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നോളമുള്ള കാഴ്ചപ്പാടുകൾക്ക് വലിയ തോതിലുള്ള മാറ്റം വരുന്നത്. അവർക്ക് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിയിൽ ബർത്ത് കിട്ടണമായിരുന്നു. ആ ബർത്ത് കിട്ടാൻ ആദ്യം അവർ ഇടതുപക്ഷത്തെയാണ് പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും ശ്രമിച്ചത്. പക്ഷേ ഇടതുപക്ഷം ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാവണം അവർ UDFുമായി സഹകരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിൻബലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവർ UDFിനെ പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്, ഞങ്ങൾക്ക് ആളുകൾ കുറവാണെങ്കിലും മുസ്ലിം മൈൻഡിനെ സ്വാധീനിക്കുന്നതിലും അവരുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുന്നതിലും ഞങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾക്ക്, മീഡിയ വണ്ണിന്, അതുപോലെ തന്നെ മാധ്യമം പത്രത്തിന് പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഘടകകക്ഷിയാക്കിയാൽ മീഡിയ വണ്ണും മാധ്യമവും നിങ്ങളുടെ ഘടകകക്ഷിയായിട്ട് മാറും. അപ്പോൾ മുസ്ലിം മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുന്ന പ്രസിദ്ധീകരണങ്ങളെ UDFിന് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്നവർ പറഞ്ഞപ്പോൾ UDFുകാർക്ക് അത്രയല്ലേ ചിന്തിക്കാൻ ബുദ്ധിയുള്ളൂ. അവർ അത് ശരിയാകും എന്ന് പറഞ്ഞിട്ട് അവരുമായി ഇപ്പോൾ സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. UDFിന് ആത്യന്തികമായി നഷ്ടമാണ് ആ ബന്ധം ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാറ്റിനെയും മതവൽക്കരിച്ച് കാണാനുള്ള ഒരു പുതിയ രീതിശാസ്ത്രം, രസതന്ത്രം രൂപപ്പെടുത്തുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളും വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ CPIയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ബന്ധമില്ല എന്നാണോ? CPIM ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വാദങ്ങളോട്, നിരീക്ഷണങ്ങളോട് അതിശക്തമായി വിയോജിക്കുന്നു. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുമായി സഹകരണം വേണ്ട എന്ന് തീരുമാനിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവർക്ക് ബർത്ത് നൽകേണ്ട എന്ന് നിശ്ചയിച്ചതും. എന്നാൽ അതേസമയം ഇന്ത്യൻ നാഷണൽ ലീഗ്, ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഉണ്ടാക്കിയ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് താനും. PV അൻവറിനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നുണ്ടോ? അൻവറിന് പിന്നിൽ ആ ഒരു കൂട്ടരാണോ? എന്താണ് താങ്കളുടെ പ്രതികരണം? എല്ലാവരും ഒത്തുമായിരിക്കും. അത് ലീഗും കോൺഗ്രസും, കാരണം CPMനെതിരായിട്ടാണല്ലോ പറയുന്നത്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടി അവരൊക്കെ വരും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് വത്സൻ തില്ലങ്കേരിയുടെ പ്രതികരണം കണ്ണൂരിൽ നിന്ന് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹവും ADGPയുമായി 4 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയെന്ന്. കേരള പോലീസിൽ ഒരു RSS സ്വാധീനമുണ്ടോ? PV അൻവർ ആദ്യം മുതലേ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് RSS സ്വാധീനമുണ്ട് എന്ന്. താങ്കൾ അതിനോട് വിയോജിക്കുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കേരള പോലീസിൽ ഒരു RSS സ്വാധീനമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? RSS അനുഭാവികളായിട്ടുള്ള പലരും പോലീസിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന കാലം മുതൽ IPS ഉദ്യോഗസ്ഥന്മാർ ഒരു BJP അനുകൂല ചായ്വ് പ്രകടിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അനുകൂല ഒരു നിലപാടുകൾ പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ RSSന് ഡ്രിൽ പോലെയുള്ള സൗകര്യങ്ങളുണ്ട്. ആ ഡ്രിൽ പോലെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ അനുകൂലികളായിട്ടുള്ള ആളുകളെ പോലീസിലേക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അവർ അപേക്ഷ കൊടുപ്പിക്കുന്നുണ്ടാവും.
സ്വാഭാവികമായിട്ടും അവർ PSC എഴുത്തു പരീക്ഷ കഴിഞ്ഞ് അവർ റാങ്കിൽ വന്നാൽ അവർക്ക് ഡ്രില്ലൊക്കെ പാസ്സാവാൻ കായിക പരിശീലനം നേരത്തെ RSS എന്നുള്ള നിലക്ക് നടത്തിയത് കൊണ്ട് ഈ ട്രെയിനിങ്ങിലൊക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് കയറിക്കൂടാൻ, അവർക്കതൊക്കെ മറികടന്ന് മുന്നിലെത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണല്ലോ. RSSകാർ വളരെ ആസൂത്രിതമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പോലീസ് സംവിധാനങ്ങളിലും ഇന്ത്യൻ സൈനിക സംവിധാനത്തിലും ഒക്കെ തന്നെ തങ്ങളെ അനുകൂലിക്കുന്ന തങ്ങളുടെ മനസ്സുള്ള ആളുകളെ നിയമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് അനധികൃതമായിട്ടല്ല, അധികൃതമായിട്ട് തന്നെ പരീക്ഷ എഴുതി അവർ ട്രെയിനിങ്ങിൽ പാസ്സായി വരുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അതിന് സെൻകുമാറിൻ്റെ കാലത്താണ് വലിയ തരത്തിലുള്ള ഒരു ബാഹ്യമായ രൂപം കൈവന്നത്. KT ജലീലിന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്: വെടിവെച്ചു കൊന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടിയെയും കൈവിടില്ല, തള്ളിപ്പറയില്ല. അൻവറിന്റെ ഒരു പരിഹാസം ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു: എന്നാ പിന്നെ KT ജലീലിനെ വെടിവെച്ച് കാണുമെന്ന്. ഒരു പരിഹാസമാണ്, പക്ഷേ താങ്കൾ പറഞ്ഞു അൻവർ ഇപ്പോഴും ഒരു സുഹൃത്താണ്. സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ ചെയ്യാമോ? ഓരോരുത്തരുടെയും ഒരു ഭാഷയും രീതിയും ഒക്കെ അല്ലേ അത്. ഞാനേതായാലും അത്തരത്തിലുള്ള ഭാഷയും രീതിയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ നേരെ വാ നേരെ പോ എന്നുള്ള പോളിസിക്കാരനാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം CPIM, ഞാൻ CPIMനെ വഞ്ചിച്ചു പോയാൽ അതിലും വലിയൊരു നന്ദികേട് വേറെ ഉണ്ടാവില്ല. 4 തവണ എന്നെ MLA ആക്കി എന്നുള്ളതല്ല, 20 വർഷം എന്നെ MLA ആക്കി എന്നുള്ളതല്ല, 5 വർഷം മന്ത്രിയാക്കി എന്നുള്ളതുമല്ല. അംഗം പോലുമല്ലാത്ത എന്നെ 3 പ്രാവശ്യം തുടർച്ചയായി പാർട്ടിയുടെ ജാഥയിൽ അംഗമാക്കി. 2 പ്രാവശ്യം സഖാവ് പിണറായി വിജയൻ നയിച്ച ജാഥ, 1 പ്രാവശ്യം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് നയിച്ച ജാഥ. ഈ 3 ജാഥയിലും അംഗങ്ങളായ 2 പേരേ ഉള്ളൂ. ഒന്ന് ഗോവിന്ദൻ മാഷ് പിണറായി വിജയൻ്റെ 2 ജാഥയിൽ അംഗമായിരുന്നു. 3ാമത്തെ ജാഥയിൽ അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു. ഈ 3 ജാഥയിലും അംഗമായ ഒരേ ഒരാളേ ഉള്ളൂ, ഗോവിന്ദൻ മാഷെ ഒഴിച്ചു നിർത്തിയാൽ. അത് ഞാനാണ്. എനിക്ക് മന്ത്രിസ്ഥാനം തന്നതിനേക്കാൾ അധികം അതിനാണ് CPIMനോട് കടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയോട്, എല്ലാ ജാതി മതസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തോട് സംവദിക്കാൻ, സംസാരിക്കാൻ, പ്രസംഗിക്കാൻ, അവരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. വല്ല സംഘീബോധവും ഇടതുപക്ഷത്തിൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ CPIMൻ്റേത് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എങ്കിൽ എന്നെപ്പോലെ ഒരു പ്രാക്ടീസിങ് മുസ്ലിമായ വ്യക്തിയെ 3 തവണ തുടർച്ചയായി അവർ ജാഥാംഗമാക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ VS സുനിൽകുമാർ ആവശ്യപ്പെട്ടത് ADGPയെ മാറ്റി നിർത്തണമെന്നാണ്. ഒരുപാട് ദിവസങ്ങളായി അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ബിനോയ് വിശ്വം അടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. CPI നേതാക്കളെല്ലാം തന്നെ VS സുനിൽകുമാറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷണം നടത്തുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഈ അന്വേഷണം നടത്തുന്നതിൽ ഒരു കാലതാമസം എടുക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഈ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടോ? ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തത് കൊണ്ട് ഉണ്ടാവരുത് എന്നുള്ള നിലയിൽ അവധാനതയോടെ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുകയാണ്. അവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം മുഖ്യമന്ത്രിയെ അറിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു തെറ്റിനും കൂട്ടുനിൽക്കില്ല. ഒരു തെറ്റിനും. അതെനിക്ക് ഉറപ്പാണ്. എന്നോട് പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ജലീലെ പ്രശ്നമൊന്നുമില്ലല്ലോ ആ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദ സമയത്ത്. ഞാൻ പറഞ്ഞു, എന്താ CMന് അങ്ങനെ തോന്നണുണ്ടോ? എനിക്കങ്ങനെ തോന്നണില്ല. കോൺഫിഡൻ്റ് ആണല്ലോ ജലീലല്ലേ എന്ന് ചോദിച്ചു. ആണ്, ധൈര്യമായിട്ട് പോയിക്കോ, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ മറിച്ച് ഒരംശമെങ്കിലും നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എങ്കിൽ CMൻ്റെ ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുമായിരുന്നില്ല. കിട്ടിയത് നമ്മൾക്കതിലൊരു
കഴഞ്ചു പോലും പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് വട്ടമിട്ട് പറന്ന് അന്വേഷിച്ചത്. എന്നിട്ട് എൻ്റെ ഒരു രോമത്തിൽ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നത് താങ്കൾ പറഞ്ഞു. പദവിയാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇനി CPM-ന്റെ അല്ലെങ്കിൽ ഇടതുവേദികളിൽ ഒന്നും തന്നെ ഒരു ആശയ പ്രചരണത്തിനായാലും പോലും താങ്കൾ ഉണ്ടാവില്ല എന്നാണോ? തീർച്ചയായിട്ടും ഞാൻ ആശയപ്രചരണ രംഗത്ത് ശക്തമായിട്ടുണ്ടാവും. ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയം, നിയമസഭ, ലോക്സഭ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അധികാര പദവികൾ, ബോർഡ് ചെയർമാൻ പദവികൾ, അത്തരത്തിലുള്ള ഒരു പദവിയും ഇനി വേണ്ട. അതൊരു അസ്വാതന്ത്ര്യം നൽകുന്നു എന്ന് 20 വർഷത്തെ അനുഭവത്തിൽ എനിക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പൊതുപ്രവർത്തകനായി, രാഷ്ട്രീയ പ്രവർത്തകനായി, ഇടതുപക്ഷ മതേതര മൂല്യങ്ങളുടെ പ്രചാരകനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ ഉണ്ടാകും. ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവന ആ, ഉണ്ട് ഇല്ല എന്നിങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. താങ്കളെ ആ മലപ്പുറം പ്രസ്താവന വേദനിപ്പിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് മലപ്പുറത്തോട് ഒരു തരത്തിലുള്ള വിരോധമോ വിയോജിപ്പോ ഇല്ല. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സറിയാം. മുസ്ലിം ലീഗുകാർ പോലും അത് വിശ്വസിക്കില്ല. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് പറയും. ഇനിയുണ്ടല്ലോ ദിവസങ്ങളൊക്കെ. വിവാദങ്ങൾ കൊഴുക്കും. അപ്പോൾ എനിക്ക് പലതും തുറന്നു പറയേണ്ടതായിട്ട് വരും. എന്ത്, CM ഒരു മലപ്പുറം വിരോധിയാണോ? അല്ലേ? എത്രയെത്ര ആളുകൾക്ക് മലപ്പുറത്തെ, ഞാൻ തന്നെ മന്ത്രിയായിരുന്ന സമയത്ത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തോട് ഞാൻ സമ്മതം ചോദിക്കും. അദ്ദേഹം ഒരു തരത്തിലുള്ള വിസമ്മതവും എന്നോട് പറഞ്ഞിട്ടില്ല. ഇറ്റ് മീൻസ് അദ്ദേഹം മലപ്പുറത്തെ സ്നേഹിക്കുന്നു, മലപ്പുറത്തുകാരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അവസാനമായി സുഹൃത്തായ അൻവറിന് ഇനി സുഹൃത്തെന്ന നിലയിൽ താങ്കൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉപദേശം? ഞാൻ എന്തെങ്കിലും ഉപദേശം കൊടുത്ത് ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടയാളാണ് അൻവർ എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബോധ്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാം. വിശുദ്ധ ഖുർആനിലൊരു വചനമുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അൻവറിന് അൻവറിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. പക്ഷേ എന്നാലും സൗഹൃദം നിലനിർത്താമല്ലോ. സൗഹൃദം നിലനിർത്തി തന്നെ മുന്നോട്ട് പോകും. ഇതാണ് അപ്പോൾ KT ജലീലിന് പറയാനുള്ളത്. ഒരു സുഹൃത്ത് തെറ്റായ ദിശയിലേക്ക് പോകുമ്പോൾ ആ സുഹൃത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് KT ജലീലിന്റെ രീതി. ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രിയെ KT ജലീൽ ഒരിക്കലും കൈവിടില്ല എന്ന് തന്നെ ഇതിനർത്ഥം.